ചെയ്തത്. അവിടെ വെച്ച് തന്നെ അകത്തോട്ട് കൊടുക്കുക. വഴിപാടായിട്ട് എൻ്റെ മോൻ സമർപ്പിച്ചതാണ്. അക്കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. അതൊന്നും അത് യോഗദണ്ഡിൻ്റെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. അവിടെ നിന്ന് രാത്രി 11 മണിക്ക് ശേഷം നട അടച്ചതിന് ശേഷം അതെടുത്ത് വെളിയിൽ വെച്ച് ചെയ്ത് പിന്നെ വിഷുവിൻ്റെ അന്ന് രാവിലെ അതവിടെ കൊടുത്തു. ഇത്രയേ ഉള്ളൂ. മാലയ്ക്ക് വേറെ കുഴപ്പമൊന്നും, അതൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുത്തല്ലേ ഉള്ളൂ. അല്ല വേറെ യോഗദണ്ഡിന്റെ തകരാറ് അത് മാനുവൽ വായിക്കണം. വായിച്ച് നോക്കിയാൽ മതി. 116 പേജ്. ഈ യോഗദണ്ഡിന്റെ അത് ഞാൻ ചോദിക്കട്ടെ, മാനുവലിൽ എന്താ പ്രശ്നം? മാനുവലിന്റെ എവിടെയാ ലംഘനം? അല്ല ഇനി ഞാനിതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുമോ അതിന് ശരി പറയുമോ? അപ്പം അങ്ങനെ ഒരു എന്ന് വെച്ചാൽ ഇത് വളരെ മോശപ്പെട്ടൊരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, ഞങ്ങളൊക്കെ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടാവാൻ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാം കള്ളന്മാരാണെന്നുള്ള മട്ടിലോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്നെ മോശത്തരത്തിലേക്ക് നമ്മളെന്തിനാ എത്തിക്കുന്നത്? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പരിപൂർണമായി ഒരു കാര്യം ഞാൻ വീണ്ടും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു പെശക എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ തലേ ചാരുമൊന്നുമല്ല. അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എങ്ങനെയാണ് പിന്നെ ഇതിനകത്ത് കയറാൻ പറ്റുക? ഈ സ്വർണ്ണമൊക്കെ ഇരിക്കുന്നിടത്ത് ഞാനിതുവരെ കണ്ടിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. പ്രസിഡന്റിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകില്ലേ? ഇത്തരം കാര്യങ്ങളിലെ കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഇതൊക്കെ പരിശോധിക്കുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഉത്തരവാദിത്വം അല്ലല്ലോ. അത് പിന്നെ ദേവസ്വം കമ്മീഷണറുണ്ട്, ദേവസ്വം പിന്നെ തിരുവാഭരണം കമ്മീഷനുണ്ട്, അവരൊക്കെയല്ലേ ചെയ്യേണ്ടത്, നമ്മളല്ലല്ലോ. പ്രസിഡന്റ് ആകുന്ന ഒരാൾ എന്ത് ചെയ്യാൻ പറ്റും? നിർണായകമായ പല തീരുമാനങ്ങളും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ദേവസ്വം ബോർഡ് തന്നെയാണ്. ഞാൻ തന്നെ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് തീരുമാനിച്ചത്? ഇക്കാര്യത്തിൽ അതായത് സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു തർക്കം ഉണ്ടായി. ഞാനത് പറഞ്ഞതിൻ്റെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടാണ് മാധ്യമങ്ങൾ കൊടുത്തത്. 44 കിലോ സ്വർണം വെളിയിൽ കൊണ്ടുപോയി 38 കിലോയെ വന്നുള്ള 6 കിലോ സ്വർണം കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് സ്വർണ്ണപ്പാളിയല്ല ചെമ്പ് പാളിയാണ്, സ്വർണം പൂശിയതാണ്. ആ സ്വർണം പൂശിയതാണെന്നുള്ള ഭാഗം അത് മാറ്റിയിട്ടാണ് മാധ്യമങ്ങൾ കൊടുത്തത്. ആയിക്കോട്ടെ, എനിക്ക് തർക്കമില്ല. പക്ഷേ ഇക്കാര്യങ്ങളിലും നമ്മളെടുത്ത തീരുമാനം എന്താ? ദേവസ്വം പിന്നെ തന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഇങ്ങനെ ബാംഗ്ലൂർ വ്യവസായിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുമതലപ്പെടുത്തുന്നു. അവിടെ സാധാരണ ചെയ്യുന്നത് സ്പോൺസർഷിപ്പാണല്ലോ. അങ്ങനെ ഓരോ സ്പോൺസർമാർ വരുമ്പോൾ അത് ചെയ്യിക്കാറുണ്ട്. അതിപ്പോൾ ഇയാൾ മാത്രമല്ല, അതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. മല്ലിയെ കൊണ്ട് ചെയ്യിച്ചില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അയാളെ ചുമതലപ്പെടുത്തി തീരുമാനിച്ചു. ആ ചുമതലപ്പെടുത്തി തീരുമാനിക്കുമ്പോൾ ഞങ്ങളത് വ്യക്തമായിട്ട് തന്നെ എഴുതി. ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ തിരുവാഭരണം കമ്മീഷണറും അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ അവരുടെ ഉത്തരവാദിത്വത്തിൽ വേണം അത് ചെയ്യാമെന്നാണ് നമ്മുടെ തീരുമാനം. ആ തീരുമാനം ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞങ്ങളാരും അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഉത്തരവാദിത്വം ഞാൻ പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ ഒക്കില്ല. അതൊക്കെ അന്വേഷണം വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇതൊക്കെ പറയാനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.